നമസ്കാരം. മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വീടിന് മുൻപിൽ നിർത്തിയിട്ട കാർ കത്തിച്ച സംഭവത്തിൽ ഫോറൻസിക് വിഭാഗം പരിശോധന നടത്തി. നിലമ്പൂർ കോടതിപ്പടി റോസ് ഇന്റർനാഷണൽ ബാറിന് സമീപത്തെ വീടിന് മുന്നിൽ നിർത്തിയിട്ട കാറാണ് കത്തിച്ചത്. തമിഴ്നാട്ടിലുണ്ടായ വാഹനാപകടത്തിൽ നിലമ്പൂർ സ്വദേശിയായ ബാൻഡ് സെറ്റ് കലാകാരൻ മരണപ്പെട്ടു. നിലമ്പൂർ ചന്തക്കുന്ന ജവഹർ നഗർ സ്വദേശി ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. തെരഞ്ഞെടുപ്പിന്റെ സമാധാനപരമായ നടത്തിപ്പിനും കൊട്ടിക്കലാശം നല്ല രീതിയിൽ അവസാനിപ്പിക്കുന്നതിനും വേണ്ടി മലപ്പുറം ഡിവൈഎസ്പി KM ബിജുവിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ദേശീയ കടുവ കണക്കെടുപ്പിന്റെ ഭാഗമായി നിലമ്പൂർ വനമേഖലയിലും കടുവകളുടെ കണക്കെടുപ്പ് തുടങ്ങി. ഓരോ സ്റ്റേഷൻ പരിധിയെയും പ്രത്യേക ബ്ലോക്കുകളായി തിരിച്ചാണ് കണക്കെടുപ്പ്. ഇന്ത്യൻ നാവിക അക്കാദമി ഈ വർഷത്തെ ബെസ്റ്റ് ഇൻസ്ട്രക്ടർ അവാർഡ് പ്രഖ്യാപിച്ചു. EC ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ അഞ്ജു നാരായണനാണ് ബെസ്റ്റ് ഇൻസ്ട്രക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. വാർത്തകൾ വിശദമായി. വീടിന് മുൻപിൽ നിർത്തിയിട്ട കാർ കത്തിച്ച സംഭവത്തിൽ ഫോറൻസിക് വിഭാഗം പരിശോധന നടത്തി. നിലമ്പൂർ കോടതിപ്പടിയിലാണ് സംഭവം. റോസ് ഇന്റർനാഷണൽ ബാറിന് സമീപത്തെ വീടിന് മുൻപിൽ നിർത്തിയിട്ട കാറാണ് കത്തിച്ചത്. രാത്രി 11ഓടെ ബാറിൽ നിന്നും മദ്യം വാങ്ങി പോവുകയായിരുന്ന 3 പേർ ഈ വീടിന് മുൻപിൽ വെച്ച് ബഹളമുണ്ടാക്കുകയും വീട്ടുകാർ ചോദ്യം ചെയ്തതോടെ ഇവരും വീട്ടുകാരും തമ്മിൽ വാക്തർക്കമുണ്ടാവുകയും ചെയ്തിരുന്നു. പുലർച്ചെ 1:30ഓടെ അവർ 3 പേർ ബുള്ളറ്റിൽ തിരിച്ചെത്തിയാണ് കാർ കത്തിച്ചത്. അക്രമത്തിന്റെ ദൃശ്യങ്ങൾ CCTVയിൽ നിന്നും ലഭിച്ചിരുന്നു. കോടതിപ്പടിയിലെ പെട്രോൾ പമ്പിൽ നിന്നും ബോട്ടിലിൽ പെട്രോൾ വാങ്ങിയാണ് കാർ കത്തിക്കുവാനെത്തിയത്. വീടിന് മുൻപിൽ 3 കാർ നിർത്തിയിട്ടിരുന്നു. ഗേറ്റ് തുറന്ന് വീടിന്റെ മുറ്റത്തെത്തിയ സംഘം ഒരു കാറിന് മുകളിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയും പ്ലാസ്റ്റിക് കവറുകളിൽ കൊണ്ടുവന്ന പെട്രോൾ മറ്റ് 2 കാറുകൾക്ക് മുകളിലേക്ക് എറിഞ്ഞ് കത്തിക്കുവാൻ ശ്രമിക്കുകയുമായിരുന്നു. ഒരു കാർ ആളിക്കത്തിയതോടെ പരിഭ്രാന്തരായ സംഘം ഗേറ്റ് അടച്ച് രക്ഷപ്പെടുകയായിരുന്നു. ഗേറ്റ് അടയ്ക്കുന്ന ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് കാർ കത്തുന്നത് കണ്ടത്. ഉടൻ തന്നെ തീ അണച്ചു. കാർ കത്തുന്നത് വീട്ടുകാർ കണ്ടതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. പെട്രോൾ കൊണ്ടുവന്ന് എന്ന് കരുതുന്ന കവറുകളും മറ്റ് വസ്തുക്കളിൽ നിന്നും തെളിവുകളും ശേഖരിച്ചു. തമിഴ്നാട്ടിലുണ്ടായ വാഹനാപകടത്തിൽ നിലമ്പൂർ സ്വദേശിയായ ബാൻഡ് സെറ്റ് കലാകാരൻ മരണപ്പെട്ടു. നിലമ്പൂർ ചന്തക്കുന്ന ജവഹർ നഗർ സ്വദേശി ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. തിരൂരിലെ ന്യൂ സംഗീത് ബാൻഡ് സെറ്റ് ടീമിലെ ക്ലാർനെറ്റ് ആർട്ടിസ്റ്റായിരുന്നു ഉണ്ണികൃഷ്ണൻ. കർണാടകയിലെ ബർഗൂരിൽ പ്രോഗ്രാമിന് പോയ ശേഷം തിരിച്ചുവരുന്ന വഴിയാണ് അപകടം സംഭവിച്ചത്. തമിഴ്നാട്ടിലെ കാവേരി പട്ടണത്തിനടുത്ത് ഭക്ഷണം കഴിക്കുവാൻ ഇറങ്ങിയ ഉണ്ണികൃഷ്ണനെ മറ്റൊരു വാഹനം ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തെരഞ്ഞെടുപ്പിന്റെ സമാധാനപരമായ നടത്തിപ്പിനും കൊട്ടിക്കലാശം നല്ല രീതിയിൽ അവസാനിപ്പിക്കുന്നതിനും വേണ്ടി മലപ്പുറം ഡിവൈഎസ്പി KM ബിജുവിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിക്കുന്ന ദിവസത്തെ കൊട്ടിക്കലാശം ടൗണുകളിൽ നടത്തുവാൻ പാടില്ല. പ്രചാരണ പരിപാടി നടത്തുന്നുണ്ടെങ്കിൽ അതാത് വാർഡുകളിൽ ഒതുങ്ങണം. മലപ്പുറം സബ് ഡിവിഷൻ പോലീസ് ഓഫീസിന് കീഴിലുള്ള മലപ്പുറം, വേങ്ങര, മഞ്ചേരി, കോട്ടയ്ക്കൽ പോലീസ് സ്റ്റേഷനുകളിലെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. വാഹനങ്ങൾക്കും പൊതുജനങ്ങൾക്കും തടസ്സമുണ്ടാക്കുന്ന വിധത്തിൽ റോഡ് ബ്ലോക്ക് ചെയ്ത് പരിപാടികൾ സംഘടിപ്പിക്കുവാൻ പാടില്ല. പ്രകടനങ്ങൾ, ജാഥകൾ എന്നിവ നടത്തുന്ന അവസരത്തിൽ ഉത്തരവാദപ്പെട്ട നേതാക്കൾ അതിനോടൊപ്പം ഉണ്ടാകേണ്ടതും ഒരു തരത്തിലുമുള്ള അക്രമ സംഭവങ്ങൾ നടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതുമാണ്. ഇതിന് പാർട്ടി നേതാക്കൾ തമ്മിൽ പരസ്പര ധാരണയുണ്ടാകണം. DG വാഹനങ്ങൾ, പ്രചരണ വാഹനങ്ങൾ എന്നിവ അനുമതിയില്ലാതെ പുറത്തിറങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ നടപടി സ്വീകരിക്കും. വാഹനങ്ങളിൽ നിയമപ്രകാരമല്ലാതെ രൂപമാറ്റം വരുത്തിയും അലോരസപ്പെടുത്തുന്ന ശബ്ദമുണ്ടാക്കിയും നടത്തുന്ന പ്രചരണ പരിപാടികൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കും.
മറ്റു പാർട്ടിക്കാർക്കോ പാർട്ടികൾക്കോ എതിരെ പ്രകോപനപരമായ മുദ്രാവാക്യം മുഴക്കുന്നതും സോഷ്യൽ മീഡിയ വഴി പ്രകോപനപരമായ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതും പ്രചരിപ്പിക്കുന്നതിലും പോലീസിന്റെ നിരീക്ഷണമുണ്ടാകും. തെരഞ്ഞെടുപ്പിന്റെ സമാധാനപരമായ നടത്തിപ്പിന് പ്രചാരണം അവസാനിക്കുന്ന ദിവസങ്ങളിലും ഇലക്ഷൻ ദിനങ്ങളിലും കമ്മീഷൻ നിഷ്കർഷിച്ചതായ നിയമങ്ങളും സമയക്രമവും കൃത്യമായി പാലിക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ പാർട്ടി നേതാക്കൾ അണികൾക്ക് നൽകണം. ദേശീയ കടുവ കണക്കെടുപ്പിന്റെ ഭാഗമായി നിലമ്പൂർ വനമേഖലയിലും കടുവകളുടെ കണക്കെടുപ്പ് തുടങ്ങി. ഓരോ സ്റ്റേഷൻ പരിധിയെയും പ്രത്യേക ബ്ലോക്കുകളായി തിരിച്ചാണ് കണക്കെടുപ്പ്. വഴിക്കടവ് റേഞ്ചിലെ നെല്ലിക്കുത്ത് ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ 6 ബ്ലോക്കുകളായാണ് തിരിച്ചിരിക്കുന്നത്. വനപാലകരുടെ സംഘം എല്ലാ ബ്ലോക്കുകളിലും നേരിട്ടെത്തിയാണ് കണക്കെടുപ്പ്. 8 ദിവസത്തിനകം പൂർത്തിയാക്കണം. ആദ്യ ദിവസം 5 കിലോമീറ്റർ ദൂരം നടന്നു ചെന്ന് മൃഗങ്ങളുടെ കാൽപ്പാടുകൾ, കാഷ്ടം ഇവ കൃത്യമായി മൊബൈൽ ആപ്പിൽ രേഖപ്പെടുത്തണം. നിശ്ചിത ദിവസം കൊണ്ട് അതത് ബ്ലോക്കിൽ നടന്നു വേണം ഇങ്ങനെ മാർക്ക് ചെയ്യുവാൻ. 2022 അവസാനം സെൻസസ് നടന്നത്. അന്നത്തെ ദേശീയ കണക്കെടുപ്പിൽ 3661 കടുവകളുണ്ട് എന്നാണ് കണ്ടെത്തിയത്. 213 കടുവകളെയാണ് കേരളത്തിലെ വനമേഖലകളിൽ കണ്ടെത്തിയത്. കടുവകളുടെ എണ്ണം കണക്കാക്കാനായി രാജ്യവ്യാപകമായി നടത്തുന്ന 6ാമത് കണക്കെടുപ്പാണിത്. പൂർണ്ണമായും മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് ഇത്തവണത്തെ കണക്കെടുപ്പ്. കടുവകളുടെ എണ്ണം കണക്കാക്കുന്നതിനൊപ്പം മറ്റും മാംസഭോജികളുടെയും സസ്യഭോജികളുടെയും സാന്നിധ്യം, ആവാസ വ്യവസ്ഥയുടെ ഗുണനിലവാരം, മനുഷ്യ ഇടപെടലുകളുടെ സ്വാധീനം തുടങ്ങിയവയും ശാസ്ത്രീയമായി വിലയിരുത്തും. കണക്കെടുപ്പിന് നിയോഗിച്ച വനപാലകർക്ക് പരിശീലനം നൽകിയിരുന്നു. ഇന്ത്യൻ നാവിക അക്കാദമി ഈ വർഷത്തെ ബെസ്റ്റ് ഇൻസ്ട്രക്ടർ അവാർഡ് പ്രഖ്യാപിച്ചു. EC ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ അഞ്ജു നാരായണനാണ് ബെസ്റ്റ് ഇൻസ്ട്രക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. കാലിക്കറ്റ് NITയിൽ PhD ചെയ്യുകയാണ്. വഴിക്കടവ് പുത്തിരിപ്പാടത്തെ AG നാരായണന്റെയും സതീദേവിയുടെയും മകളാണ്. ഭർത്താവ് നിഷാദ്, മകൻ സ്വാമിനാഥൻ. അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ ISRO ചെയർമാൻ ഡോക്ടർ V നാരായണനിൽ നിന്നും അവാർഡ് ഏറ്റുവാങ്ങി. അമൽ കോളേജിലെ അഡ്വാൻസ്ഡ് ലേണേഴ്സ് കൂട്ടായ്മയായ ലക്ഷ്യ ദി പാറ്റേൺസ് ക്ലബ്ബും IQACയും സംയുക്തമായി വി ദ പീപ്പിൾ എ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡയലോഗ് എന്ന വിഷയത്തിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ KP മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ കാലിക്കറ്റ് സർവകലാശാല ചരിത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ R വിനീത് പ്രഭാഷണം നടത്തി. തുടർന്നുള്ള ചർച്ചയിൽ അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്തു. ക്ലബ്ബ് കോർഡിനേറ്റർ ഡോക്ടർ KP ഷഹല അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ക്ലബ്ബ് അംഗം അനഘ പത്മ സ്വാഗതം പറയുകയും മിൻഹ നന്ദി അറിയിക്കുകയും ചെയ്തു. ഡോക്ടർ ഷമീർ ബാബു, ഡോക്ടർ അബ്ബാസ് വട്ടോളി, ഡോക്ടർ CH അലി ജാഫർ, TP അഹമ്മദ് സലീം, മുനീർ അഗ്രഗാമി, ജനീഷ് ബാബു എന്നിവർ സംസാരിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.